വെൽക്കം ബാക്ക്. KTUവിൻ്റെ EET 202 DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിലെ 4th മൊഡ്യൂളിലെ 6th ലെക്ചർ സീരീസാണ്. അതായത് ട്രാൻസ്ഫോമറിൻ്റെ മുകളിലുള്ള പല ടെസ്റ്റുകൾ, അതായത് പൊളാരിറ്റി ടെസ്റ്റ്, OC ആൻഡ് SC ടെസ്റ്റ്, സബ്നേഴ്സ് ടെസ്റ്റ്, സെപ്പറേഷൻ ഓഫ് ലോസസ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലാബിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, പൊളാരിറ്റി ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പൊളാരിറ്റി ടെസ്റ്റ് എടുക്കാൻ ഞാൻ ബിംബ്ര എന്നുള്ള ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഓൺ ദ പ്രൈമറി വൈൻഡിങ് ഓഫ് എ 2-wind ട്രാൻസ്ഫോമർ, one terminal is positive with respect to other terminal at any instant. അപ്പോൾ നമ്മൾ ഒരെണ്ണം പോസിറ്റീവ്, അപ്പോൾ ഒരു ഇവിടെ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവായിട്ട് നമ്മൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്യും. അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് വൺ ടെർമിനൽ ഓഫ് ദ സെക്കൻഡറി വൈൻഡിങ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു അതർ ടെർമിനൽ. Okay, these relative polarities of the primary and secondary terminals at any instant must be known if the transformers are to be operated in parallel or to be. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണം. അതെന്താ കാരണം വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പാരലൽ ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ, അതായത് ഒരു ഇൻസ്റ്റൻറ്റിൽ ഒരു ട്രാൻസ്ഫോമറിൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് അല്ലേ. ഒരു ഇൻസ്റ്റൻറ്റിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ അടുത്ത ഇൻസ്റ്റൻറ്റിൽ അവിടെ നെഗറ്റീവ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കിയുള്ള ട്രാൻസ്ഫോമറിൽ അതേപോലെ വരണം. അതുകൊണ്ടാണത്. When viewed from the HV side, high voltage side, the terminals are marked A1 and A2. Kando, A1 and A2. A1 being on the right side. Okay, terminals A1 and A2 marked plus and minus abbreviately. ഇവിടെ പ്ലസും ഇവിടെ മൈനസും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി now terminal A1 is connected to one end of the secondary winding. A1 direct നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. And a voltmeter is connected between A2 and the other end of the secondary winding. അപ്പോൾ നിങ്ങൾ നോക്കുക, പൊളാരിറ്റി ടെസ്റ്റിന് നമ്മൾ ട്രാൻസ്ഫോമർ ആദ്യം ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ പ്ലസും ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് രണ്ടിലും. ഇത് ഒന്ന് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി, ഒന്ന് അഡിറ്റീവ് പൊളാരിറ്റിയാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ A1 സെക്കൻഡറിയുമായിട്ട് ഷോർട്ട് ചെയ്തു, അത് ജസ്റ്റ് കണക്ട് ചെയ്തു. A2 ത്രൂ എന്തിലൂടെ കണക്ട് ചെയ്തു, ഒരു വോൾട്ട് മീറ്ററിലൂടെ സെക്കൻഡറിയിലോട്ട് കണക്ട് ചെയ്തു. ലെറ്റ് E1 ആൻഡ് E2 ബി ദ EMF ഇൻഡ്യൂസ്ഡ് ഓൺ ദ, ദിസ് ഈസ് ദ HV സൈഡ് E1 ആൻഡ് ദിസ് ഈസ് ദ LV സൈഡ് E2. Let E1 and E2 be the EMFs. It is induced on the HV and LV side respectively. If the voltmeter is reading E1 minus E2, then the secondary terminal connected to A1 is positive and is marked as A1. The LV terminal connected to A2 through the voltmeter is negative. അപ്പോൾ E1 മൈനസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലസും മൈനസാണ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തൊന്നും നമ്മൾ അസ്യൂം ചെയ്തിട്ടില്ല, ഇവിടുത്തൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ പ്ലസും മൈനസും ഒന്ന് അസ്യൂം ചെയ്തു, നമ്മൾ ഇത് നേരെ ഷോർട്ട് ചെയ്തു, ഇതൊരു വിയിലൂടെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി എന്താ പറയണത്, ഇനി ഈ E1ഉം E2 ആയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഇതാക്കി. ഈ E1ന് ഒരു വാല്യൂ ഉണ്ടാവും, E2ന്. ഇത് രണ്ടും മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത കേസ് വരുന്നത് എന്താ വെച്ചാൽ, അതാണ് നമ്മൾ ഫിഗർ 1.3a കാണിച്ചിട്ടുള്ളത്. ഇഫ് വോൾട്ട്മീറ്റർ റീഡിംഗ് ഈസ് E1 plus E2, ദെൻ ടെർമിനൽസ് കണക്റ്റഡ് A1 ആൻഡ് A2 ആർ നെഗറ്റീവ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തത് ഇത് നെഗറ്റീവും A2ൽ നിന്ന് കണക്ട് ചെയ്തത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുള്ള A1 A2 പറഞ്ഞിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HV LV സൈഡിൽ A2 എന്താണ് പറയുക, അത്രയും കാര്യങ്ങൾ നോക്കാം. ഇൻ അതർ വേർഡ്സ്, ഇഫ് ദ ഇൻസ്റ്റന്റേനിയസ് EMF ഈസ് ഡയറക്റ്റഡ് ഫ്രം A2 ടു A1, A2ൽ നിന്ന് A1ലാണ് ഇൻസ്റ്റന്റേനിയസ് EMF ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ HV LV, ഇറ്റ് ഈസ് അറ്റ് ദ സെയിം ടൈം ഡയറക്റ്റഡ് ഫ്രം A2 ടു A1 ഇൻ ദ LV വൈൻഡിങ്. അപ്പോൾ ഇതിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ സെയിം ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മൈനസ് പ്ലസ്സിലോട്ട് പോണതായിട്ടാണ് ഇതാക്കണം. അപ്പോൾ അഡിറ്റീവ് ആണെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ഇത് മൈനസും ഇത് പ്ലസ്സും ആയി. ഈ പ്ലസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നിടത്താണ് നമ്മൾ A1 മാർക്ക് ചെയ്യുക, മൈനസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നിടത്ത് A2 മാർക്ക് ചെയ്യുക. അപ്പോൾ മൈനസ് വന്നുകൊണ്ട് ഇവിടെ A2 ആയി. ഓക്കെ, when the voltmeter reads the difference E1 minus E2, the transformer is said to possess subtractive polarity, and this is to be E1 plus E2 നമുക്ക് എന്ത് പറയാൻ പറ്റും, അഡിറ്റീവ് പൊളാരിറ്റി പറയാൻ പറ്റും. ഓക്കെ, ഇൻ സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ദ വോൾട്ടേജ് ബിറ്റ്വീൻ A2 ആൻഡ് A2 ഓർ A1 ആൻഡ് A1 ഈസ് റെഡ്യൂസ്ഡ്. സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ
വോൾട്ടേജ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ടെർമിനൽസ് റെഡ്യൂസ്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് സ്ട്രെസ് ഉണ്ടാവില്ല. ഇനി അഡിറ്റീവ് പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വൈൻഡിങ്സ്, അതായത് ഇതിൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഹൈ വോൾട്ടേജ് സ്ട്രെസ്സസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയാണ് അഡിറ്റീവ് പൊളാരിറ്റി, സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയാണ് അഡിറ്റീവ് പൊളാരിറ്റിനെക്കാട്ടും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ പൊളാരിറ്റി ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണത്, കാണുന്നത്. ഇനി OC ടെസ്റ്റ് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റാണ്, അതേപോലെ SC ടെസ്റ്റ് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റാണ്. നിങ്ങൾ രണ്ടും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും SC സർക്യൂട്ട് ടെസ്റ്റും ഒറ്റ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ 2 എണ്ണമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടെസ്റ്റ് ആയിട്ട് ഓപ്പൺ സർക്യൂട്ട് ഓർ നോ ലോഡ് ടെസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്പൺ സർക്യൂട്ട് ഓർ നോ ലോഡ് സർക്യൂട്ട് ടെസ്റ്റിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, HV വൈൻഡിങ് എന്തായിരിക്കും, ഓപ്പൺ സർക്യൂട്ടഡ് ആയിരിക്കും. പ്രൈമറി സൈഡിൽ നമ്മൾ എന്തുണ്ടാവും, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും, ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു അമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശരിക്ക് ഇതിനെ പോകുന്ന കറണ്ട് പറഞ്ഞാൽ നോ ലോഡ് കറണ്ട്, കാരണം ഇവിടെ ലോഡൊന്നുമില്ല, ഇവിടെ ലോസസ് ഇല്ലാന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ് E2 = V2 പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. W0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീറ്ററിൽ എന്ത് ചെയ്യും, ഒരു എന്ത് മെഷർ ചെയ്യും, പവർ മെഷർ ചെയ്യും. V1 ഈസ് മെഷേർഡ് ബൈ യൂസിങ് ദിസ് വോൾട്ട് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യുക വെച്ചാൽ റേറ്റഡ് വോൾട്ടേജിലോട്ട് എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസ്ഫോം റേറ്റിംഗ് വോൾട്ട് ആംപിയർ റേറ്റിംഗ് അല്ലേ. അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ സെക്കൻഡറി സൈഡിൽ എന്തുണ്ടാവില്ല, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നില്ലായിരിക്കും. ഓക്കെ, ഒരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ സെക്കൻഡറി സൈഡിൽ കറണ്ട് നില്ലായിരിക്കും, വളരെ നില്ലെന്ന് പറയാൻ പറ്റില്ല, വളരെ സ്ലൈറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റഡ് വോൾട്ടേജ് വരെ എന്ത് ചെയ്യണം, ഇത് നമ്മൾ എന്ത് ചെയ്യണം, റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇവിടുത്തെ റീഡിങ്സൊക്കെ എടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോസസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ആസ് ദ നോർമൽ റേറ്റഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ പ്രൈമറി, ദെർഫോർ നോർമൽ അയൺ ലോസസ് വിൽ ഒക്കർ ഇൻ ദ ട്രാൻസ്ഫോമർ കോർ. നോർമൽ റേറ്റഡ് വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, നോർമൽ അയൺ ലോസസ് ഉണ്ടാവും. അയൺ ലോസസ് എന്ന് പറഞ്ഞാൽ എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും ഒക്കെ അല്ലല്ലോ, അതാണ്. ഓക്കെ, അതേപോലെ ഹെൻസ് വാട്ട് മീറ്റർ വിൽ റെക്കോർഡ് ദ അയൺ ലോസസ് ആൻഡ് സ്മോൾ കോപ്പർ ലോസ് ഇൻ ദ പ്രൈമറി. ഒരു ചെറിയ സ്മോൾ കോപ്പർ ലോസ് ഉണ്ടാവും. സിൻസ് നോ ലോഡ് കറണ്ട് ഈസ് വെരി സ്മോൾ, I0 ഈസ് വെരി സ്മോൾ, ഇറ്റ് ഈസ് 2 to 10% ഓഫ് ദ റേറ്റഡ് കറണ്ട്. കോപ്പർ ലോസസ് ഇൻ ദ പ്രൈമറി അണ്ടർ നോ ലോഡ് കണ്ടീഷൻ ആർ നെഗ്ലിജിബിൾ. കോപ്പർ ലോസസ് അണ്ടർ പ്രൈമറി എന്താണ്, നെഗ്ലിജിബിൾ ആയിരിക്കും ആസ് കമ്പയർഡ് വിത്ത് അയൺ ലോസസ്. ഹെൻസ് വാട്ട് മീറ്റർ റീഡിംഗ് പ്രാക്ടിക്കലി ഗീവ്സ് ദ അയൺ ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ. അയൺ ലോസസ് ആണ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് റിമൈൻഡഡ് ദാറ്റ് ദ അയൺ ലോസസ് ആർ ദ സെയിം അറ്റ് ഓൾ ലോഡ്സ്. നമുക്കറിയാം അയൺ ലോസസ് എന്താണ്, അയൺ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓർമ്മ ഉണ്ടോ, അത് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ലോസ് ആണ്. അപ്പോൾ എല്ലാ ലോഡിലും അതെന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ അയൺ ലോസ് ആണ് നമ്മൾ OC സർക്യൂട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ദ നോ ലോഡ് ട്രാൻസ്ഫോമർ ആണ്. IW എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, കോർലോസ് കമ്പണൻറ്റ്. IM എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് കറണ്ട്, IW കോർലോസ് കറണ്ട്. ഇത് കോർലോസ് കമ്പണൻറ്റിലുള്ള R0, ഇവിടുത്തെ X0 മാഗ്നറ്റൈസിങ് കറണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈക്വലന്റ് സർക്യൂട്ട് പറയുന്നത്, ഇതാണ്. ഓക്കെ, ഇനി അപ്പോൾ അയൺ ലോസസ് PI എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് മീറ്റർ റീഡിംഗ് W0 ആണ്. നോ ലോഡ് കറണ്ട് I0 ആ മീറ്റർ റീഡിംഗ് ആണ്. അപ്ലൈഡ് വോൾട്ടേജ് ഞാൻ നേരത്തെ പറഞ്ഞു, വോൾട്ട് മീറ്റർ റീഡിംഗ് V1. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് പവർ എന്ന് പറഞ്ഞാൽ W0 ആണ് എന്താണ്, V1 × I0 × cos ∅0. അപ്പോൾ നോ ലോഡ്, അപ്പോൾ നമുക്കിതിൽ W0 നമുക്ക് കണ്ടുപിടിക്കാം, V1 കണ്ടുപിടിക്കാം, I0 കണ്ടുപിടിക്കാം. അപ്പോൾ പവർ ഫാക്ടർ cos ∅0 ആണ് എന്താണ്, W0/V1 × I0 അല്ലേ. അപ്പോൾ ഈ V1 × I0. ഇനി ഇതിലൊരു കാര്യം, IW എന്ന് പറഞ്ഞ സാധനം എന്താണ്, I0 കിട്ടിക്കഴിഞ്ഞാൽ, I0 ഓൾറെഡി കിട്ടുന്നുണ്ട്, cos ∅0 കിട്ടി, I0 cos ∅0 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എന്ത്, IW കിട്ടും, കോർലോസ് IW കിട്ടും. അതേപോലെ IM എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ത് ചെയ്യും, I0 sin ∅0 എന്നിട്ട് കിട്ടും. ഇനി R0 ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, ദിസ് ഈസ് ദ അപ്ലൈഡ് വോൾട്ടേജ് V1 ആൻഡ് കറണ്ട് IW ഈസ് ഫ്ലോയിങ് ത്രൂ ദിസ് അല്ലേ, ഈ ഇതിൽ വെച്ച്. അപ്പോൾ എന്താണ്, V1/IW ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് R0. X0 ആണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ V1/IM ചെയ്താൽ X0 കിട്ടും. ദസ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എനേബിൾസ് us to determine iron losses and
പാരാമീറ്റേഴ്സ് R0 ആൻഡ് X0 ഓഫ് ദി ട്രാൻസ്ഫോമർ. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത് അയൺ ലോസസ് ആണ്. അതുപോലെ പാരാമീറ്റേഴ്സ് R0 X0 ഓഫ് ദ ട്രാൻസ്ഫോമർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഓർ ഇംപെഡൻസ് ടെസ്റ്റ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓർ ഇംപെഡൻസ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നേരത്തെ ഹൈ വോൾട്ടേജ് സൈഡാണ് ഓപ്പൺ ആക്കിയിട്ടിരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ലോ വോൾട്ടേജ് സൈഡ് എന്ത് ചെയ്യും, ക്ലോസ് ചെയ്തിടും. ശ്രദ്ധിക്കുക, നേരത്തെ ഹൈ വോൾട്ടേജ് സൈഡായിരുന്നു ഓപ്പൺ ആക്കിയിട്ടിരുന്നത്, ഇവിടെ ലോ വോൾട്ടേജ് സൈഡ് എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തിട്ടു. ദിസ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമിൻ എന്തൊക്കെ, നേരത്തെ R0 X0 പിന്നെ എന്തൊക്കെ കണ്ടുപിടിച്ചു, R0 കണ്ടുപിടിച്ചു, X0 കണ്ടുപിടിച്ചു, പിന്നെ എന്താണ്, പിന്നെ കോർ ലോസ് അയൺ ലോസ് കണ്ടുപിടിച്ചു അല്ലേ. ഇത് ടെസ്റ്റ് എന്തിനൊക്കെയാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് R01 ആൻഡ് X01. ഓക്കെ, R01 ഓർ R02 അല്ലെങ്കിൽ X01 ഓർ X02 എന്ന് പറയാം. ആൻഡ് ഫുൾ ലോഡ് കോപ്പർ ലോസസ്, നേരത്തെ അയൺ ലോസസ് ആണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ലോഡ് കോപ്പർ ലോസസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആണ്. ഇൻ ദിസ് ടെസ്റ്റ് ഇസ് ദ സെക്കൻഡറി, ദാറ്റ് ഈസ് യൂഷ്വലി ലോ വോൾട്ടേജ് വൈൻഡിങ്, സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ എ തിക്ക് കണ്ടക്ടർ ആൻഡ് വേരിയബിൾ ലോ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ പ്രൈമറി. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേന് തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടുത്തെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം റേറ്റഡ് വോൾട്ടേജോ അല്ലെങ്കിൽ റേറ്റഡ് കറണ്ട് ഏതാണോ ആദ്യത്തിന് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് നിർത്തണം. അപ്പോൾ ഇവിടെ ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് തന്നെ ഇവിടെ എന്ത് ചെയ്യും, റേറ്റഡ് കറണ്ട് ഫുൾ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ദ ലോ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രാജുവലി റേസ്ഡ് ടിൽ അറ്റ് വോൾട്ടേജ് VSC ഫുൾ ലോഡ് കറണ്ട് I1 ഫ്ലോസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ I1 ഫ്ലോസ് റേറ്റഡ് കറണ്ട് ഫ്ലോ ചെയ്യണത് ഫുൾ ലോഡ് ഫ്ലോ ചെയ്യണവരെ ചെറുതായിട്ട് ഇത് വേരി ചെയ്യും. ആ കിട്ടുന്ന വോൾട്ടേജിനാണ് നമ്മൾ VSC എന്ന് പറയാം. ദെൻ I2 ഇൻ ദ സെക്കൻഡറി ആൾസോ ഹാസ് ഫുൾ ലോഡ് വാല്യൂ. I2 ഫുൾ ലോഡ് വാല്യൂ ആയിരിക്കും. സിൻസ് I1/I2 ഈക്വൽ N1/N2/N1. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം, ഈ I2 വരുന്നത് കൊണ്ടാണ് ഈ I1 ഫുൾ ലോഡ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ആലോചിക്കാം, ഞാൻ പറഞ്ഞത് വ്യത്യാസമൊന്നുമില്ല, ഒറ്റ കാര്യം ശ്രദ്ധിക്കണ്ടുള്ളൂ, നിങ്ങളിവിടെ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിന് റേറ്റ് കറണ്ട് എത്രയും പെട്ടെന്നാവും. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ലോഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഫുൾ ലോഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പറഞ്ഞത് കേട്ടോ. നേരത്തെ പറഞ്ഞ ചെറിയൊരു സ്ട്രിപ്പ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ പെട്ടെന്ന് ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഇവിടെ പെട്ടെന്ന് എന്ത് ചെയ്യും, കറണ്ട് റേറ്റഡ് വാല്യൂയിലോട്ട് എത്തും. അപ്പോൾ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ആദ്യം റേറ്റഡ് വാല്യൂ എത്തുന്നത് അവിടെയാണ് നിർത്തേണ്ടത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടിൽ എത്ര ചെയ്താലും നമ്മളുടെ കറണ്ട് എന്താണ് റേറ്റഡ് വാല്യൂയിലോട്ട് എത്തില്ല. പക്ഷേ ഇവിടെ റേറ്റഡ് വോൾട്ടേജ് വേഗത്തും കറണ്ട് എത്തില്ല. ഇവിടെ ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ റേറ്റഡ് കറണ്ട് I1 ഫ്ലോ ചെയ്യും. ഓക്കെ, അണ്ടർ സച്ച് കണ്ടീഷൻ ദ കോപ്പർ ലോസ് ഇൻ ദ വൈൻഡിങ്സ് ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓൺ ദ ഫുൾ ലോഡ്. അപ്പോൾ ഈ കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും ഫുൾ ലോഡിൽ. ഇനി ദർ ഇസ് നോ ഔട്ട്പുട്ട് ഫ്രം ദ ട്രാൻസ്ഫോമർ അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ. അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ എന്താണ്, അവിടെ ഔട്ട്പുട്ടും ഇല്ല. ദർഫോർ ഇൻപുട്ട് പവർ ഈസ് ഓൾ ലോസ് ആൻഡ് ദിസ് ലോസ് ഈസ് ഓൾമോസ്റ്റ് എൻറ്റയർലി കോപ്പർ ലോസ്. ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ലോഡൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഔട്ട്പുട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റും ഇൻപുട്ട് പവർ എന്തൊക്കെ കൊടുക്കുന്ന ലോസ് ഉണ്ട് ആ ലോസ് എല്ലാം എന്താണ്, കോപ്പർ ലോസ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് അയൺ ലോസ് ഇൻ ദ കോർ ഇസ് നെഗ്ലിജിബിളി സ്മോൾ സിൻസ് വോൾട്ടേജ് VSC ഈസ് വെരി സ്മോൾ. അതെന്താ കാരണം, ഈ VSC ആണ് വളരെ ചെറിയ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അയൺ ലോസ് ആണ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, കോപ്പർ ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഹെൻസ് ദ വാട്ട് മീറ്റർ വിൽ പ്രാക്ടിക്കലി രജിസ്റ്റർ ദ ഫുൾ ലോഡ് കോപ്പർ ലോസസ് ഇൻ ദ ട്രാൻസ്ഫോമർ വൈൻഡിങ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു വാട്ട് മീറ്ററിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതാണ് ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഒരു ഷോർട്ട് സർക്യൂട്ടിന് റെഫർ ചെയ്തിട്ട്, അതായത് ഷോർട്ട് സർക്യൂട്ടിൽ റെഫർ ടു പ്രൈമറി പറയുന്നത്. ഓക്കെ, ഇവിടെ നോ ലോഡ് കറണ്ട് ബീങ് നെഗ്ലക്റ്റഡ് ഡ്യൂ ടു ഇറ്റ്സ്, അതെന്താണ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നോ ലോഡ് കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഫുൾ ലോഡ് കോപ്പർ ലോസ് PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് മീറ്റർ റീഡിങ് WS ആണ്. അപ്ലൈഡ് വോൾട്ടേജ് പറഞ്ഞാൽ എന്താണ്, VSC ആണ്. ഫുൾ ലോഡ് പ്രൈമറി കറണ്ട് പറഞ്ഞാൽ ഫുൾ ലോഡ് പ്രൈമറി കറണ്ട് എന്താണ്, I1 അല്ലേ. അപ്പോൾ അത് എഴുതി, അത് വാട്ട് മീറ്ററിൽ നിന്ന് കിട്ടും. ഇനി PC ആണ് എന്താണ്, I1² × R1 പ്ലസ് I1² × R2-. അതായത് സെക്കൻഡറിയിൽ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം ഇതാക്കാൻ അല്ലേ, പ്രൈമറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ I1² R01. ഇനി R01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, PC/I1². ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തുകൊണ്ട് എത്ര സ്പീഡിൽ പറഞ്ഞുകൊണ്ട് വേർ R01 ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇൻ ദ പ്രൈമറി. R01 എന്തായിരുന്നു, R1 + R2- ആണ്. ഇത് അവിടെ എഴുതിയിട്ട് R1 + R2-. ഓക്കെ, ടോട്ടൽ ഇംപെഡൻസ് റെഫർ ടു പ്രൈമറി ആണ് എന്താണ്, ഇത് രണ്ടും കൂടിയിട്ടാകുമ്പോൾ Z01 ആണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് VSC / I1. അതാണ് എഴുതി. ടോട്ടൽ ലീക്കേജ് റിയാക്റ്റൻസ് അപ്പോൾ നമുക്ക് R01 കിട്ടി, പിന്നെ അതേപോലെ
ഇത് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ലീക്കേജ് റിയാക്റ്റൻസ് Z01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് Z01 X01 എന്ന് പറഞ്ഞാൽ എന്താണ് Z01 റൂട്ട് ഓഫ് Z01 സ്ക്വയർ മൈനസ് R01 സ്ക്വയർ ആണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പവർ ഫാക്ടർ കോസ് ഫൈ 2 പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് പവർ കിട്ടുന്നുണ്ട്, വോൾട്ടേജ് കിട്ടുന്നുണ്ട്, ഇതുണ്ട്. അപ്പോൾ WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താണ് V1 VSC WS എന്ന് പറഞ്ഞാൽ എന്താണ് WS ഈസ് ഈക്വൽ ടു എന്താണ് VSC ഇൻറ്റു I1 ഇൻറ്റു കോസ് ഫൈ 2 ആണ്. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന കോപ്പർ ലോസും. അപ്പോൾ നമുക്ക് കോസ് ഫൈ 2 പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ എഴുതാം. ഓക്കെ, therefore ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ഇത് ടെസ്റ്റ് ആണ് gives full load copper loss R01 and X01. So we can say that the short circuit test will give full load copper loss only if the applied voltage VSC is such so as to circulate the full load currents in the winding. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസ് എപ്പോഴാണ് അപ്ലൈഡ് VSC കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യണം, അതായത് റേറ്റഡ് കറണ്ടിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. If in a short circuit test current value is other than full load value, the copper loss will be corresponding to that current value. ഇനി ഒരു നമ്മൾ റേറ്റഡ് കറണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോപ്പർ ലോസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് റേറ്റഡ് കറണ്ട് കൊടുത്താൽ മാത്രമേ അവിടെ എന്തുള്ളൂ ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്നുള്ള നമ്മളുടെ ഫുള്ളായിട്ടുള്ള ആ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ ലോസ് കിട്ടുള്ളൂ. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് AC ആൻഡ് OC ടെസ്റ്റ് അത് അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് എണ്ണത്തിൻ്റെയും കൂടിയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. പവർ റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദീസ് ടെസ്റ്റ് ഈസ് വെരി സ്മോളസ്റ്റ്, അതായത് കുറച്ച് പവർ മതി. ഇൻ കേസ് ഓഫ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് പവർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു ദി അയൺ ലോസ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ്. അപ്പോൾ അയൺ ലോസ് കണ്ടുപിടിക്കാനാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി, വളരെ നെഗ്ലിജിബിൾ പവർ കൊടുത്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി. ഷോർട്ട് സർക്യൂട്ടിനാണെങ്കിലോ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആവണ വരെ കൊടുത്താൽ മതി. This test enables us to determine the efficiency of the transformer accurately at any load and power factor without actually loading the transformer. ആക്ച്വൽ ആയിട്ടുള്ള കൂടുതൽ ലോഡിങ് കൊടുക്കാൻ നമുക്ക് ഓരോ ലോഡിലും എത്ര എഫിഷ്യൻസി അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് enables us to determine R01 X01 അല്ലെങ്കിൽ R02 X02 ഇത് വെച്ചിട്ട് SC ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. We can thus find the total voltage drop in the transformer as referred to primary or secondary. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. ദിസ് പെർമിറ്റ്സ് us to calculate voltage regulation of the transformer. ഇത് കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോൾട്ടേജ് റെഗുലേഷൻ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ടെസ്റ്റ്, സമ്പനേഴ്സ് ടെസ്റ്റ് ഓർ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. So this test is conducted simultaneously on two identical transformers and provides data for finding the efficiency, regulation and temperature rise. The main advantages of this test is that the transformers are tested under full load conditions without much expenditure of the power. നമുക്ക് അധികം പവർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ലോഡ് കണ്ടീഷൻസിലുള്ള ടെസ്റ്റ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The power required to conduct this test is equal to the losses of the two transformers. അപ്പോൾ പവർ റിക്വയർഡ് ആണ് എന്താണ്, രണ്ട് ട്രാൻസ്ഫോമറിന് ലോസസ് ആണ് വേണ്ടത്, അത്രയും നമുക്ക് വേണ്ടു. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ടു ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ആർ നീഡഡ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ടു ഐഡൻറ്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ് എന്ത് ചെയ്യണം, ഇവിടെ ആവശ്യമുണ്ട്. ഫിഗർ ഷോസ് ദ കണക്ഷൻസ് ഫോർ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ഓൺ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ സബ്നേഴ്സ് ടെസ്റ്റ് എന്ന് പറയാം. Two identical transformers T1 and T2. The primaries of the two transformers are connected in parallel across the rated voltage V1. Okay, ഇതാണ് V1. While the two secondaries are connected in phase opposition. ഇവിടെ നോക്കിയൊക്കെ ഇതിങ്ങനെ കണക്ട് ചെയ്ത് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്നത് ഫേസ് ഒപ്പോസിഷൻ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെക്കൻഡറി കണക്ട് ചെയ്തത്. Therefore there will be no circulating current in the loop formed by the secondaries. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവില്ല, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഒന്നുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ബിക്കോസ് ദയർ ഇൻഡ്യൂസ്ഡ് EMF ആർ ഈക്വൽ ഇൻ ഓപ്പോസിഷൻ. അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒരു EMF അതായത് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവില്ല. അത് ഡിഫറെൻ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് വരിക. There is an auxiliary low voltage transformer which can be adjusted to give a variable voltage and hence current in the secondary loop circuit. ഒരു റെഗുലേറ്ററി ട്രാൻസ്ഫോമർ ഉണ്ട്. എ വാട്ട് മീറ്റർ W1 and ammeter A1, a voltmeter V1 are connected to the input side. A wattmeter W2 A2 are connected in the secondary of the circuit. Now how the operation of this circuit occurs. The secondaries of the transformers are in phase opposition. We have already said that the secondary are in phase opposition. With S1
switch S1 closed and switch S2 open, S1 ക്ലോസ് ചെയ്യുക, S2 ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്താണ് റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എന്താണ് ഇല്ല. there will be no circulating current I2. So I2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 ആണ് പറയാൻ പറ്റും. In the secondary loop circuit, it is because the induced EMF in the secondary are equal and in opposition. Induced EMF രണ്ടും പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ induced EMF എന്താണ് ഈക്വലും ഓപ്പോസിഷനും സെയിം opposition. This situation is just like an open circuit test. ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൻ്റെ അത്രേ ഉള്ളൂ. Therefore the current drawn from the supply is 2I0. അപ്പോൾ കറണ്ട് ഡ്രോൺ ദ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ 2I0 ആയിരിക്കും. Where I0 is the no load current of each transformer. The reading of wattmeter W1 will be equal to the core losses of the two transformers. അപ്പോൾ ഈ W1 ഈ രണ്ടെണ്ണത്തിൻ്റെയും എന്തായിരിക്കും, കോർ ലോസസ് റീഡിംഗ് ആയിരിക്കും. W1 കോർ ലോസ് ഓഫ് ദ ടു ട്രാൻസ്ഫോമർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫസ്റ്റ് ഇത് അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നൗ സിൻസ് സ്വിച്ച് S2 ഈസ് ആൾസോ ക്ലോസ്ഡ്. ഇനി സ്വിച്ച് S2 ക്ലോസ് ചെയ്ത് ഇരിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് അഡ്ജസ്റ്റഡ് ടിൽ ഫുൾ ലോഡ് കറണ്ട് I2. അപ്പോൾ ഔട്ട്പുട്ട് ഇത് റെഗുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ലോഡ് കറണ്ട് I2 ഫ്ലോ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വി ക്യാൻ സേ ദാറ്റ് I1 ഈസ് ഈക്വൽ ടു KI2 എന്ന് പറയാൻ പറ്റും ഇൻ ദ പ്രൈമറി സർക്യൂട്ട്. ദ പ്രൈമറി കറണ്ട് I1 സർക്കുലേറ്റ്സ് ഇൻ ദ പ്രൈമറി വൈൻഡിങ് ഓൺലി ആൻഡ് വിൽ നോട്ട് പാസ് ത്രൂ W1. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഈ W1 ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അതാണ് ഇങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ പ്രൈമറി കറണ്ട് I1 സർക്കുലേറ്റ്സ് ഇൻ ദ പ്രൈമറി വൈൻഡിങ് ഓൺലി ആൻഡ് വിൽ നോട്ട് പാസ് ടു ദി W1. നോട്ട് ദാറ്റ് ദ ഫുൾ ലോഡ് കറൻറ്റ്സ് ആർ ഫ്ലോയിങ് ത്രൂ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. Therefore reading of wattmeter W2 will be equal to the full load copper loss. അപ്പോൾ ഇതിൽക്ക് പോവില്ല, നേരത്തെ ഇതിൽ ഒന്നും ഉണ്ടായില്ല, ഇതിലുണ്ടായിരുന്നു. ഇവിടെ എന്ത് ചെയ്യും, ഇതിൽക്കാണ് ഒക്കെ പോവുക, ഇതിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ W2, അപ്പോൾ ഈ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. Therefore reading of wattmeter W2 will be equal to the full load copper loss of the two transformers. So we can say that W2 is equal to full load copper loss of two transformers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് രണ്ട് കൂടി എടുക്കുമ്പോൾ രണ്ട് ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും ആകുമ്പോൾ W1 പ്ലസ് W2 ആണ് എന്താണ് ടോട്ടൽ ലോസസ് ഓഫ് ദ ട്രാൻസ്ഫോമർ അറ്റ് ഫുൾ ലോഡ് എന്നുള്ള കണ്ടീഷനിലോട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ 2-3 കാര്യങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് വെച്ചാൽ വാട്ട്മീറ്റർ W1 ഗീവ്സ് ദ കോർ ലോസസ് ഓഫ് ദ ടു ട്രാൻസ്ഫോമർ വൈൽ വാട്ട്മീറ്റർ W2 ഗീവ്സ് ദ ഫുൾ ലോഡ് കോപ്പർ ലോസ്. ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ സർക്യൂട്ട്, അതായത് റെഗുലേറ്റർ ട്രാൻസ്ഫോമർ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ W1 കിട്ടും, അത് രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കോർ ലോസസ് കാണിക്കും. അതേപോലെ ക്ലോസ് ആകുമ്പോൾ W1 ഒന്നും കാണിക്കില്ല, W2 കാണിക്കുക. നേരത്തെ W2 0 ആയിരുന്നു, അപ്പോൾ W2 ആ കാണിക്കുന്നത് എന്തായിരിക്കും, ഫുൾ ലോഡ് കോപ്പർ ലോസസ് ആയിരിക്കും. ഓക്കെ, therefore power required to conduct this test is equal to the total losses of the two transformer. അപ്പോൾ പവർ റിക്വയർഡ് ടു കണ്ടക്ട് ഇവിടെ ഈ ഉണ്ട് കേട്ടോ. പവർ റിക്വയർഡ് ടു കണ്ടക്ട് ദിസ് ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ലോസസ് ഓഫ് ദ ടു ട്രാൻസ്ഫോമറാണ്. അപ്പോൾ പവർ റിക്വയർഡ് നേരത്തെ ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ട്രാൻസ്ഫോമറുടെ ഇത് വേണം. ഓക്കെ, all the transformers are not supplying any load, yet full iron loss and full copper losses are occurring in them. ഈവൻ നമ്മൾ വേറെ ലോഡൊന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അയൺ ലോസും ഫുൾ കോപ്പർ ലോസും നമുക്ക് കിട്ടും. ദർ ആർ 2 വോൾട്ടേജ് സോഴ്സസ്, അതായത് സപ്ലൈ വോൾട്ടേജ് ആൻഡ് റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ, ആൻഡ് ദർ ഇസ് നോ ഇൻ്റർഫിയറൻസ് ബിറ്റ്വീൻ ദം. ദ സപ്ലൈ വോൾട്ടേജ് ഗിവ്സ് ഓൺലി 2I0 വൈൽ റെഗുലേറ്റിംഗ് ട്രാൻസ്ഫോമർ സപ്ലൈസ് I2, ഹെൻസ് I1 ഈസ് ഈക്വൽ ടു KI2. അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ ടെസ്റ്റ് സ്മോൾ ആണ്. ട്രാൻസ്ഫോമേഴ്സ് ആർ ടെസ്റ്റഡ് അണ്ടർ ഫുൾ ലോഡ് കണ്ടീഷൻസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയൺ ലോസസ് ആൻഡ് ഫുൾ ലോഡ് കോപ്പർ ലോസസ് ആർ മെഷേർഡ് സൈമിൾട്ടേനിയസ്ലി. അതേപോലെ സെക്കൻഡറി I2 ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു എനി കറണ്ട് വാല്യൂ, ഏത് ഇത് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Therefore we can find the copper loss at full load or at any other load. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. നമുക്ക് ആ ഷോർട്ട് ആക്കാൻ ഫുൾ ലോഡ് ആക്കണമെന്നില്ല. ദ ടെമ്പറേച്ചർ റൈസ് ഓഫ് ദ ട്രാൻസ്ഫോമേഴ്സ് ക്യാൻ ബി എന്താണ് നമുക്ക് അതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് കമ്പണൻസ് ഓഫ് കോർ ലോസസ്. കോർ ലോസസ് ഓർ അയൺ ലോസ് കൺസിസ്റ്റ് ഓഫ് ഹിസ്റ്ററിസിസ് ലോസ്. നമുക്ക് എഡ്ഡി കറണ്ട് ലോസും ഹിസ്റ്ററിസിസ് ലോസും ഏതിലുണ്ടെന്ന് അറിയാം, കോർ ലോസിലുണ്ട് അറിയാം. സംടൈംസ് ഇറ്റ് ഈസ് ഡിസറബിൾ ടു ഫൈൻഡ് ഹിസ്റ്ററിസിസ് ലോസ് കമ്പണൻറ്റ് ആൻഡ് എഡ്ഡി കറണ്ട് ലോസ് കമ്പണൻറ്റ് ഇൻ ദ ടോട്ടൽ കോർ ലോസസ്. അതായത് നമ്മൾ ഇതേവരെ കണ്ടത് ഫുൾ ടോട്ടൽ കോർ ലോസ് ആണ് അല്ലേ, അതിൽ എഡ്ഡി കറണ്ട് ലോസും ഉണ്ട് ഹിസ്റ്ററിസിസ് ലോ ഉണ്ട്.
പക്ഷേ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എഡ്ഡി കറന്റ് ലോസ് എത്ര ഉണ്ട്, ഹിസ്റ്ററിസിസ് ലോസ് എത്ര ഉണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതാണ് സെപ്പറേഷൻ ഓഫ് കമ്പണൻസ് ഓഫ് കോർ ലോസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് ഇക്വേഷൻ നമുക്കറിയാം, പി എച്ച് ഈസിക്കൽ KH ഇൻറ്റു എഫ് ഇൻറ്റു BM റേസ് ടു 1.6 വാട്ട്സ് പെർ മീറ്റർ ക്യൂബാണ്. എഡ്ഡി കറന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PE, ദാറ്റ് ഈസ് KE ഇൻറ്റു എഫ് സ്ക്വയർ BM സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ക്യൂബാണ്. അപ്പോൾ BM എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, എഫ് ഫ്രീക്വൻസിയാണ്, KHും KEയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോൺസ്റ്റൻസ് ആണ്. ഫോർ എ ഗിവൺ AC മെഷീൻ ആൻഡ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി BM, ഒരു ഗിവൺ മെഷീൻ AC മെഷീൻ്റെ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ BM കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആകെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്താണ്, ഇത് രണ്ടും കോൺസ്റ്റൻ്റ്, എഫ് മാത്രമാണ്. അപ്പോൾ PH ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് ആൻഡ് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് സ്ക്വയർ അല്ലേ. ഇവിടെ നോക്കുക, P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് സ്ക്വയർ, PH ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ്. ഓർ നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ്, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഒരു A എന്നുള്ളൊരു കോൺസ്റ്റൻറ്റും ഇവിടെ ഒരു B എന്നുള്ള കോൺസ്റ്റൻറ്റും നമ്മളിത് പുട്ട് ചെയ്തു. അപ്പോൾ ടോട്ടൽ കോർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, PI ഈസ് ഈക്വൽ ടു എഡ്ഡി കറന്റ് ലോസ് പ്ലസ് അതിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ആ കോൺസ്റ്റൻസ് മാത്രം ഒക്കെ ഒഴിവാക്കിയിട്ട് വേരിയബിളിൻ്റെ ക്വാണ്ടിറ്റീസ് മാത്രം വന്നു. ഹെൻസ് ഇഫ് ദ ടോട്ടൽ കോർ ലോസ് ഓഫ് ദ ഗിവൺ BM ഈസ് നോൺ അറ്റ് ഫ്രീക്വൻസീസ്. അപ്പോൾ ഒരു ഗിവൺ BM കോർ ലോസ്, നമ്മൾ ടോട്ടൽ കോർ ലോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ കോൺസ്റ്റൻസ് A and B ക്യാൻ ബി കാൽക്കുലേറ്റഡ്. A and B നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, PI എന്ന് പറഞ്ഞതിൽ A ഇൻറ്റു എഫ് പ്ലസ് B ഇൻറ്റു എഫ് സ്ക്വയർ ആണ്. ഈ സാധനം എന്താണ്, ഫ്രീക്വൻസിയാണ്, അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ PI വെച്ചിട്ട് Aയും Bയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ദ ഹിസ്റ്ററിസിസ് ലോസ് കമ്പണൻറ്റ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ് കമ്പണൻറ്റ് ഓഫ് ദ കോർ ലോസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററിസിസ് ലോർ കമ്പണൻറ്റും എഡ്ഡി കറന്റ് ലോസ് കമ്പണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതേപോലെ ഒരു PTF ആൻഡ് എഫ് കർവ് ഉണ്ട്. ഓക്കെ, അതിൽ നോക്കിക്കഴിഞ്ഞാൽ PI ഈസിക്കൽ AF പ്ലസ് BF സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ PI/F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, A പ്ലസ് BF ആണ് വരിക അല്ലേ. ഈ എഫ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കോർ ലോസസ് ആർ മെഷർഡ് അറ്റ് വേരിയസ് ഫ്രീക്വൻസീസ്. ടോട്ടൽ കോർ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് ഫ്രീക്വൻസീസിൽ മെഷർ ചെയ്യുന്നുണ്ട്. വൈൽ ദ അതർ ഫാക്ടേഴ്സ് അപ്പോൺ വിച്ച് കോർ ലോസ് ഡിപ്പെൻസ് ഓൺ ദ ഡിപ്പെൻസ് ആർ മെയിൻറ്റൈൻഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടോട്ടൽ കോർ ലോസ് മെഷർ ചെയ്തിരിക്കുന്ന വേരിയസ് ഫ്രീക്വൻസീസിൽ, അപ്പോൾ നമുക്കൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ PI/Fഉം എഫും നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിക്കുക. എഫും PI/Fഉം, ഇതാണ് PI/F, ഇത് എഫ്. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, വിത്ത് സ്ലോപ്പ് tan θ = 0, θ = B, tan θ = B, ദിസ് ഇസ് ദ തീറ്റ. ഓക്കെ, സോ ദെർഫോർ കോൺസ്റ്റൻസ് A ആൻഡ് B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഹെൻസ് ഹിസ്റ്ററിസിസ് എഡ്ഡി കറന്റ് ലോസ്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ടെസ്റ്റുകൾ. ഇതിൻ്റെ പ്രോബ്ലംസും എഫിഷ്യൻസിയുടെ പ്രോബ്ലംസും നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.